ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വേർഡ് ആൻഡ് ഫെയറി 4ന്റെ സെക്കൻഡ് എപ്പിസോഡാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ഹീറോയിനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ. അവിടെ നമ്മുടെ ടിയാൻ നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ടുള്ള മീനൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് വാൾ ഉപയോഗിച്ചിട്ട് ആ മീനെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ പെങ്കൊച്ച് ചോദിക്കുന്നുണ്ട്, ഈ വാളിൻ്റെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ടിയാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറയും, വാളിൻ്റെ പേരെന്താ, വാള് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും, അതല്ല ഇതിൻ്റെ ഒരു പേരുണ്ടാവില്ലേ, ആ പേരെന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും, അതൊന്നും എനിക്കറിയില്ല, എനിക്ക് പണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ്, ഇനി നീയാണിത് ഉപയോഗിക്കേണ്ടത് പറഞ്ഞാൽ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ പെങ്കൊച്ച് അവിടെ എണീറ്റിട്ട് പറയും, ഓ ഇതൊക്കെ പറഞ്ഞു ഞാനാണ് വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ചോദിക്കും, ഇടി പെണ്ണെ നീ എങ്ങോട്ടായി പോകുന്നത് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും, നീ എന്നെ എപ്പോഴും പെണ്ണെന്ന് വിളിക്കണ്ടേ, എനിക്കൊരു നല്ലൊരു പേരുണ്ട്, നിന്റെ വാള് പോലെയല്ല, എൻ്റെ പേരാണ് ലിങ്ഷ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചോദിക്കും, ഓ ലിങ്ഷയോ, നല്ല പേരാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, എൻ്റെ പേര് ടിയാൻ എന്നാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും, ആ ഓക്കെ, ഞാൻ ഇന്ന് നിന്നെ ടിയാനെ വിളിക്കാം, എന്താണ് കാട്ടുവാസിന്ന് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് കണ്ടോ കാണിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് അവളിനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചെക്കൻ പറയും, എന്നെ ഇതുവരെയും എൻ്റെ അച്ഛനല്ലാതെ വേറെ ആരും ടിയാന്ന് വിളിച്ചിട്ടില്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ ടിയാൻ പറയും, നീ എന്നെ ഒന്നും കൂടി ഒന്ന് വിളിച്ചേ ടിയാന്ന് ഇങ്ങനെ ചോദിക്കട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയും, നീ ആ വാൾ എനിക്ക് തന്നാൽ ഞാൻ 10,000 വട്ടം നിന്നെ ടിയാന്ന് വിളിക്കാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ വാൾ വെച്ചിട്ട് മീനെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ മീനെ പാടി അവൻ ആ വാള് അവളുടെ നേർക്ക് നീട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് അത് പിടിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ അവളുടെ കൈയൊക്കെ ആകെ ഫ്രീസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവൾക്കത് പിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചെക്കൻ പറയും, എന്നാൽ നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെങ്കൊച്ചിനെ കൊണ്ട് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് നമ്മുടെ സുയാവ് എന്ന് പറഞ്ഞ ലേഡി ഇല്ല, ആ ലേഡീനെ കേട്ടോ കാണിക്കുന്നത്. അവളാണെങ്കിൽ ഷോ കളിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് അവളുടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ എന്താണ് ശുവാൻ ഇത്ര നാളായിട്ടും സൂയുവിനെ മറന്നിട്ടില്ലല്ലോ, അവൾ ഇത്രയും ദ്രോഹങ്ങൾ ചെയ്തിട്ടും ഇവൻ എന്തുകൊണ്ട് അവളെ മറക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു റോബോട്ട് പോലെ പുറകിൽ ഒരാൾ നിൽപ്പുണ്ട് കേട്ടോ. അയാളോടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്നിട്ട് അവളിങ്ങനെ തിരിഞ്ഞിട്ട് പറയും, നീ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നിട്ട് നീ കാര്യം പറയും, ഇത്ര നാളായിട്ടും എന്തുകൊണ്ടാണ് ശുവാൻ അവളെ മറക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പയ്യൻ പറയും, എന്താണ് അതൊന്നും എനിക്കറിയില്ല, പക്ഷേ മാഡത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അയാളെ ഞങ്ങളെ ഇല്ലാതാക്കാൻ പോലും ഞാൻ റെഡിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സുയാവിൻ്റെ കയ്യിലൊരു ചെയിൻ പോലത്തെ സംഭവം ഉണ്ടാവും. എന്നിട്ട് അത് കാണിച്ചിട്ട് പറയും, നിനക്കറിയില്ല ഇതിൻ്റെ ശക്തി എന്താന്ന്, എനിക്കറിയില്ല കൊല്ലണം എന്നുണ്ടെങ്കിൽ എനിക്കിതെല്ലാം ഇത് തന്നെ മതി, പക്ഷേ അതിന് നിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെട്ടിട്ട് അവനെ ചവിട്ടി താഴെ ഇടുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ തന്നെ നമ്മുടെ ശുവാനെ അവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീൻ കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ ഹീറോയിനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ട് ഹീറോയിനെ അവിടെ ബെഡിൽ കിടത്തിയിട്ട് അവൻ താഴെ കിടക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം അവനൊരു സ്വപ്നം കാണുന്നുണ്ട്. അതായത് അവൻ്റെ അച്ഛൻ അവനോട് ഇങ്ങനെ പറയുന്നതാണ്, അതായത് ഒരു ഗുഹേൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പറയും, ഇതാണ് നിൻ്റെ അമ്മയും അതുപോലെ ഞാനും മരിച്ചു കിടക്കാൻ പോകുന്ന സ്ഥലം, ഇതിന് ശേഷം നീയാണ് നോക്കേണ്ടതൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ആ സ്വപ്നത്തിൽ പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് വേറെ ആരുമില്ല, അച്ഛൻ എന്നെ ഇട്ടിട്ട് പോകരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛനൊരു പലക പോലത്തെ, അച്ഛൻ്റെ സ്മരണയ്ക്കായിട്ട് ഒരു പലക പോലത്തെ സംഭവം എൻ്റെ കയ്യിൽ എന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇനി നിനക്ക് എന്നെ കാണാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല, മരിച്ചു പോകുന്നതാണ് കാണുന്നത് കേട്ടോ. പെട്ടെന്ന് അവൻ സ്വപ്നത്തിൽ നിന്ന് എണീക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ലിങ്ഷനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ മുങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അവളാണെന്നുണ്ടെങ്കിൽ അവൻ്റെ വാളും കൊണ്ടായിരിക്കും പോകുന്നുണ്ടാവും, പക്ഷെ അവൾക്ക് വാള് കയ്യിലെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവളുടെ കയ്യിലുള്ള ഒരു തുണിയിൽ കെട്ടിയിട്ട് അവളിങ്ങനെ അതും കൊണ്ട് മുങ്ങാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അവളുടെ മനസ്സിൽ ഭയങ്കര കഷ്ടം തോന്നിയിട്ട് അവളവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൾക്ക് മനസ്സിലാവും ആരൊക്കെയോ വരുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും അവളവിടെ നിന്ന് മറഞ്ഞ് നിൽക്കുന്നതാണ്ടോ കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ ടിയാനും ഏതോ ഒരു ചീത്ത ശക്തി ഇവരുടെ സ്ഥലത്തേക്ക് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും അവൻ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ടൈമിൽ കാണിക്കുന്നത് വലിയ പന്നി 2 മാസ്ക് ഇട്ട് വന്ന 2 ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ അവരോട് ചോദിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ മാസ്ക് ഇട്ട ഒരാൾ പറയും, ഞങ്ങൾക്ക് വാങ്ഷു വാള് വേണം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പയ്യൻ പറയും, വാങ്ഷു വാളോ, എൻ്റെ കയ്യിൽ വാളൊന്നുമില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവർ പറയും, നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടിയാനോട് പറയുമ്പോഴത്തേക്കും ടിയാൻ പറയും, നിങ്ങൾ ഇതിനു മുന്നേ എൻ്റെ അച്ഛനോട് യുദ്ധം ചെയ്തു, ഇനി എന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെക്കൻ അവരോട് ഇങ്ങനെ
എന്താണ് ഫൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കയ്യിലുള്ള അമ്പും വില്ലൊക്കെ ആയിട്ട് അവനിങ്ങനെ ചാടി ഇറങ്ങുന്നുണ്ടോ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ലിങ്ഷ കാണുന്നുണ്ട്. ലിങ്ഷ എന്താണ് ഇവൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന അറിയുമ്പോഴത്തേക്കും അവൾ ഓടി വന്നിട്ട് ആ വാൾ അവൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നതാണ്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ഈ മാസ്ക് ഇട്ട് വന്ന രണ്ടാൾക്കും മനസ്സിലാവും ഇത് വാങ്ഷു ആളാണെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും ഇവരുടെ കയ്യിലുള്ള ആ വാൾ ഉപയോഗിച്ചിട്ട് ഇവരിങ്ങനെ ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട്. ആ മന്ത്രം ചൊല്ലുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരുപാട് വാളുകൾ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വലിയ പന്നിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടിയാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടുവിൽ വന്ന് നിന്നിട്ട് ആ വാളൊക്കെ ഏറ്റു വാങ്ങുന്നുണ്ട്. അങ്ങനെ അയാൾ ഇങ്ങനെ താഴേക്ക് വീഴുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നേരത്തെ ഒരു പറവേൻ്റെ മുട്ട നമ്മുടെ ടിയാൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പറവ വന്നിട്ട് ടിയാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ രണ്ട് മുഖംമൂടി ഇട്ട ആൾക്കാരെ എന്താണ് കൊത്തിയിട്ട് അവർ താഴത്തേക്ക് ഇടുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ടിയാനും ലിൻഷയും നമ്മുടെ വലിയ പന്നീൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അതുപോലെ ചെറിയ പന്നിയും വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചെറിയ പന്നി ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വലിയ പന്നി പറയും ഇവർ രണ്ടുപേരും ചീത്ത ശക്തികളാണ്, ഇവരെ വെറുതെ വിട്ടാൽ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടിയാനോട് പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മൾ ടിയാനാണെങ്കിൽ നമ്മുടെ ടിയാൻ്റെ കയ്യിലുള്ള വാൾ ഉപയോഗിച്ചിട്ട് താഴേക്ക് കുത്തി വെച്ച് വലിയൊരു മന്ത്രം ഇതാക്കാൻ കേട്ടോ. അപ്പോൾ ഒരു പവർ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആ രണ്ട് മുഖം മൂടിയിട്ട് രണ്ട് ആൾക്കാരുണ്ടല്ലോ അവർ പറയും ഇത് ചിങ്വാട മന്ത്രമാണ്, നമുക്ക് താകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് സ്കൂട്ടാവുന്നുണ്ടോ കാണിക്കുന്നത്. ആ ടൈമിൽ നമ്മൾ ടിയാൻ ആ വലിയ പന്നീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാ എന്നെ രക്ഷിച്ചേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വലിയ പന്നി പറയും ഒരു ഫ്ലാഷ് ബാക്ക് പോലെ, അതായത് നിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പ്രശ്നം വന്നാലും എന്താണ് ടിയാനെ നീ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ അച്ഛൻ്റെ ആ ഒരു വിഷ് ഞാൻ സാധിച്ചു കൊടുത്തതാണെന്ന് ഇങ്ങനെ പറഞ്ഞു കിട്ടും. അപ്പോഴത്തേക്കും ചെറിയ പന്നി അവിടെ വരുന്നുണ്ട്. ചെറിയ പന്നി വന്നിട്ട് ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് അവർ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ അതിനെ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ടിയാൻ പറയും ഇനി അവനെ പിടിക്കണ്ട, അവനാണെങ്കിൽ സങ്കടം വന്നിട്ട് പോയതാണ്, അവൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ ഞങ്ങൾ വിടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുയാവിനെയാണ് കേട്ടോ. സുയാവ് ഇങ്ങനെ ആ റോബോട്ട് പോലത്തെ ആളുണ്ടല്ലോ അയാളുടെ പേരാണ് ഹീങ്ക. ഹീങ്കനോട് പറയുന്നുണ്ട് എനിക്ക് എന്താണ് വാങ്ഷു വാള് കിട്ടിയേ പറ്റത്തുള്ളൂ, നീ അതെങ്ങനെയെങ്കിലും കൊണ്ടുവരണം. പിന്നെ സീങ് എന്ന് പറഞ്ഞ ആളും ഈ വാങ്ഷു വാളിന് വേണ്ടിയിട്ട് നടക്കുന്നയാളാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരിക്കലും പെടരുത്, എനിക്ക് തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നീ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈങ്കനോട് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈങ്ക പറയും ഓക്കെ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് നമ്മുടെ ടിയാൻ എണീറ്റ് വരുമ്പോഴത്തേക്കും ലിൻഷൻ അവിടെ കാണുന്നുണ്ടാവില്ല കേട്ടോ. അപ്പം അവൻ വിചാരിക്കും അവള് പിന്നെയും വാളെടുത്ത് മുങ്ങി എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും വാൾ അവിടെ ഉണ്ടാവും, പക്ഷേ അവൻ്റെ അച്ഛൻ അവന് ഓർമ്മയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പലക കാണുന്നുണ്ടാവില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പെങ്കൊച്ചിനെയാണ്. പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയും അവൻ എന്തായാലും എൻ്റെ പുറകെ വരും, ഈ പലക എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അവൻ എന്തായാലും വരാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ നടന്നു പോവുകയാണ് പലക കൊണ്ടിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ അവളുടെ മുന്നിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എൻ്റെ അച്ഛൻ തന്ന പലകയും കൊണ്ട് പോകുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ രണ്ട് മുഖംമൂടി ഇട്ട ആൾക്കാർ വരുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് അവർ കഴിഞ്ഞതിനേക്കാളും നല്ല ഇരട്ടി ശക്തിയിൽ നമ്മുടെ ടിയാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാനായിട്ട് ലിങ്ഷനോട് പറയുന്നുണ്ട് നീ വേഗം പൊക്കോ, നീ ഇവിടെ നിൽക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ് പറയും ഞാൻ എങ്ങനെ നിന്നെ വിട്ടിട്ട് പോകുന്നു പറഞ്ഞിട്ട് അവളും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ഒരു മന്ത്രം ചൊല്ലിയിട്ട് അവർ ആ വാൾ ഉപയോഗിച്ചിട്ട് ഒരു പവർ വരുത്താണ് കേട്ടോ. പക്ഷേ എന്താണ് നമ്മുടെ ടിയാന് ആ ഒരു പവർ പിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പെട്ടെന്ന് അവൻ എന്താണ് അതിൽ നിന്ന് വീണ് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ ഒരു വാള് തെറിച്ചിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആ ഒരു മുഖംമൂടി ഇട്ട ആളുടെ കയ്യിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. പക്ഷെ അയാൾക്കും അത് പിടിക്കാൻ പറ്റുന്നുണ്ടാവില്ല, കൈയൊക്കെ ഇങ്ങനെ ഫ്രീസ് ആയിട്ട് പോകുന്നുണ്ടാവും. അപ്പോഴത്തേക്ക് വേറൊരാൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിലൊരു കേസ് ഉണ്ട്, നമുക്ക് അതിലിട്ടിട്ട് ഈ വാള് കൊണ്ടുപോകാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ആ കേസ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ആണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ഒരു അമ്പ് ഉപയോഗിച്ചിട്ട് മന്ത്രം ചൊല്ലി ആ ഒരു കേസ് പൊട്ടിച്ചളയും കേട്ടോ. ടിയാൻ ഇങ്ങനെ ചോദിക്കും ഇനി നിങ്ങൾ എങ്ങനെ ഈ വാള് കൊണ്ടുപോകാന്നൊക്കെ ചോദിച്ചിട്ട് അവരോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും എന്താണ് ഇവരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ കാണിക്കുന്നത് വേറൊരാൾ ഇങ്ങനെ പറന്ന് വരുന്നുണ്ട്. അയാൾ നല്ലൊരു മനുഷ്യനാണ്, അയാളുടെ പേരാണ് സീയിങ് ഈ വാങ്ഷു ആളിന് വേണ്ടിയിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ അയാളും വരുന്നുണ്ട്. എന്നിട്ട് അയാളിങ്ങനെ പറയും ഈ ചീത്ത മന്ത്രമാണ്, നിങ്ങളെ ചീത്ത ശക്തി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓടിച്ചു വിടുന്നുണ്ട്, മന്ത്രം ചൊല്ലിയിട്ട് ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ പറയും ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ അവരുടെ കളിയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെക്കനെയും കൊണ്ട് അവിടെ നിന്ന് മാഞ്ഞു പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടിയാനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എൻ്റെ അച്ഛൻ്റെ വാൾ അന്വേഷിച്ച് വരുന്നവർ എനിക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കുച്ചു പറയും നീ എന്താ കാട്ടുവാസികളെ പോലെ ചിന്തിക്കല്ലേ, അത് നിനക്ക് പ്രശ്നം ഉണ്ടാക്കും, നിൻ്റെ അച്ഛൻ്റെ ആ പലക തന്നെ ഞാൻ എടുത്തിട്ട് വന്നത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ എന്നെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയും സോറി ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെക്കൻ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയും വാ നമുക്ക് വേഗം പോകാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും നീ പൊയ്ക്കോ ഞാൻ ഇവിടെ നിന്നോളാം, എനിക്ക് അറിയണം ആരൊക്കെയാണ് ഇനി വരുന്നതെന്ന് അറിയണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കുച്ചു പറയും നീ
ഇങ്ങനെ പറയില്ലേ, നീ ഇവിടെ നിന്നാൽ നിനക്ക് തന്നെ ആപത്ത്, ഇനി ഒരുപാട് ആൾക്കാർ ഈ വാള് അന്വേഷിച്ചു വരും, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചെക്കൻ പറയാം, നീ പറഞ്ഞതും ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു ഒരു അങ്ങാടി പോലത്തെ സ്ഥലത്തേക്ക് പോകുന്നതാട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും അവന് വിശക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ ബത്തക്ക പോലത്തെ സംഭവം വെച്ചിട്ടുണ്ടാവും, തണ്ണിമത്തൻ. അപ്പോൾ അതെടുത്തിട്ട് അവനിങ്ങനെ കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷി പറയും, എടാ പൈസ കൊടുക്കാണ്ട് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവന് പൈസ ഒക്കെ പേ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ വേറൊരു രണ്ടാൾക്കാരെ, നോർമൽ അവിടെ ഉള്ള രണ്ടാൾക്കാരെ കാണിക്കുന്നുണ്ട്. അവരുടെ ദേഹത്തേക്ക് ഒരു ശക്തി പോലെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കന് മനസ്സിലാവും ഇവിടെ എന്തൊക്കെയോ ഒരു ചീത്ത ശക്തി വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ആ ടൈമിൽ അവൻ പറയും, നമുക്കിന്ന് വേറെ ഷോപ്പിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അവനോട് മാസ്ക് നോക്കുന്നുണ്ട്. അതേപോലെ അവൻ പറയും, എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് അവനെ വേറൊരു കടയിൽ കൊണ്ടുപോയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആ ഒരു മാസ്ക് ഇട്ട് വന്ന ആളുടെ ആ രൂപമാണ് കേട്ടോ കാണിക്കുന്നത്. അയാളെന്ന് പറഞ്ഞാൽ വെള്ള മുടിയുള്ള ഒരാളുടെ സെക്യൂരിറ്റി പോലത്തെ ആളായിരിക്കും കേട്ടോ. എന്നിട്ട് അയാളിങ്ങനെ പറയും, നമ്മുടെ ടിയാൻ്റെ കയ്യിലാണ് ആ വാങ്ങിച്ചു എന്ന് പറഞ്ഞ വാള്, ഞങ്ങൾക്കത് എടുക്കാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്ക് ആ വെള്ള മുടിയുള്ള ആൾ പറയുമ്പോൾ എനിക്ക് ടിയാനെ ഇവിടെ എത്തിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ടിയാൻ അവിടെ ഇരുന്നിട്ട് ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നത് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ആ സീങ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ആ നല്ല മനുഷ്യനായ അയാൾ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ചുറ്റിനും ആരൊക്കെയോ നിന്നെ കൊലപ്പെടുത്താണ്ടേക്ക് നോക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ പറയും, ഞാൻ ചെറിയ പയ്യനൊന്നല്ല, എൻ്റെ കയ്യിൽ ഒരുപാട് ശക്തിയൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോഴത്തേക്കും ആ സീങ് പറയും, നിന്റെ കയ്യിലുള്ള വാൾ എനിക്കൊന്ന് തരുമോ, ഞാനൊന്ന് നോക്കിക്കോട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ലിങ്ഷി അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ലിങ്ഷി പറയുന്നുണ്ട്, ഇതാരെയും കാണിക്കാൻ പാടില്ല എന്ന് എന്നോട് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവന് ഓർത്തിട്ട് പറയും, സോറി എനിക്ക് തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. ആ ടൈമിൽ തന്നെ സീങ്ങിന് ഏതൊരു ചീത്ത ശക്തി ഇവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും അവനത് അന്വേഷിച്ച് പോകുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചറിയുമ്പോൾ നമുക്കൊന്ന് ഇവിടുന്ന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് നമ്മുടെ സുയാവിനെ ആയിരിക്കും. സുയാവിനെ ദേഷ്യത്തോടെ അവരുടെ ആൾക്കാരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അത് അവിടെ ആ വെള്ള മുടിക്കാരൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള താടിക്കാരനൊക്കെ ഇരിപ്പുണ്ട്. എന്നിട്ട് അവരിങ്ങനെ പറയുന്നുണ്ട്, സീങ് ഇവിടെ വന്നിട്ടുണ്ട്, അവനാ വാങ്ഷു വാള കിട്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുയാവ് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ താടിക്കാരൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, സീങ്ങിനെ എന്തിനായിരിക്കും ആ വാങ്ഷു വാളെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ സീങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചീത്ത ശക്തി എവിടെ നിന്ന് വന്നൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടിയാനും ലിൻഷയും കൂടി ഡ്രാമ കാണാനായിട്ട് ഒരു സ്ഥലത്ത് വന്നേക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടെയുള്ള അതിനകത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരു മുഖംമൂടി പോലെയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ടിയാനും അത് വാങ്ങിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കഥയുടെ കഥാപാത്രൻ്റെ പേര് ടിയാങ്ഷി എന്നായിരിക്കും, അതായത് നമ്മുടെ ടിയാൻ്റെ അച്ഛൻ്റെ പേരായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാണ് എൻ്റെ അച്ഛൻ്റെ പേരിൽ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാർ പറയും, നിൻ്റെ അച്ഛൻ ഏറ്റവും വലിയ കുറ്റവാളിയാണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുക, അച്ഛനെ പറ്റി മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ടിയാൻ പറയും, എൻ്റെ അച്ഛനെ പറ്റി പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും പെട്ടെന്ന് രണ്ടാൾക്കാരുണ്ടാവുമല്ലോ, ആ ചീത്ത ശക്തി കയറി രണ്ടാൾക്കാർ വന്നിട്ട് ഇങ്ങനെയുള്ളവനാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോകാൻ അനുവദിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ദേഷ്യപ്പെടുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ആ ഒരു പെണ്ണ് പെട്ടെന്ന് രൂപം മാറിയിട്ട് ആ പാമ്പിൻ്റെ ദേഹമുള്ള പെണ്ണുണ്ടല്ലോ, അങ്ങനെ ഒരു നാഗകന്യ പോലത്തെ ഒരു പെണ്ണായിട്ട് മാറും. എന്നിട്ട് അവളിങ്ങനെ അവരോട് ഫൈറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവളുടെ കയ്യിലുള്ള വാൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടിയാനോട് ഫൈറ്റ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ലിങ്ഷ് ടിയാനെ രക്ഷിക്കാൻ വരുമ്പോഴത്തേക്കും ടിയാൻ അവളെ തള്ളി മാറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ലിങ്ഷ് ചെന്ന് വീഴുമ്പോഴത്തേക്കും അവളുടെ വായിൽ നിന്ന് ബ്ലഡൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ ടിയാനെ വരെ സങ്കടമാവും. പക്ഷേ ഈ ഒരു നാഗകന്യ പോലത്തെ പെണ്ണാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവളുടെ കയ്യിലുള്ള വാൾ ഇവർ രണ്ടാളുടെ കഴുത്തിൽ എന്നെ കെട്ടി നിർത്തിയതാണ്. അപ്പം നമ്മൾ ടിയാൻ പറയും, അവളെ വെറുതെ വിട്ടേര്, എന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും ആ പെണ്ണ് പറയുന്നില്ല, നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കഴുത്തിനെ മുറുക്കുന്നതാണ് കാണിക്കുന്നത്. ആ ടൈമിലായിരിക്കും നമ്മുടെ സീങ് വരുന്നുണ്ടാവുക. സീങ് വന്നിട്ട് നിന്നോട് ആര് പറയുന്നതൊക്കെ ചെയ്യാന്നുള്ള രീതിയിൽ വന്നിട്ട് അവരെന്നെ രക്ഷിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അവളിങ്ങനെ വാളെടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും സീങ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ മന്ത്രം ഉപയോഗിച്ചിട്ട് അതെല്ലാം തടസ്സപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ടിയാൻ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നിട്ട് നമ്മുടെ പെങ്കൊച്ചിനെ രക്ഷപ്പെടുത്തുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് നേരെ വരുന്ന എല്ലാ ചീത്ത ശക്തിയിലേക്ക് അവൻ തടഞ്ഞു നിർത്തുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചിന് ഭയങ്കരമായിട്ട് സന്തോഷവും സങ്കടമൊക്കെ വന്നിട്ട് അവനെ നോക്കി നിൽക്കുന്നതിലാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തതാണ് വീഡിയോ ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി സുബൈർ. ബൈ.